പിറന്നാൾ ദിവസം കൊടുങ്ങല്ലൂർ ആശ്രയ അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർക്ക് സദ്യ വിളമ്പി അനിൽ നീലിമ. കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊടുങ്ങല്ലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും സെക്ഷൻ ഗ്രേഡ് ഓഫീസറായി വിരമിച്ച അനിൽ നീലിമയാണ് തന്റെ പിറന്നാൾ ദിനത്തിൽ ആശ്രയാഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർക്ക് സദ്യ ഒരുക്കിയത്. നമസ്കാരം പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എൻ്റെ പിറന്നാൾ ദിനമാണ്. ഈ സുദിനത്തിൽ ഞാൻ നേരത്തെ എടുത്ത തീരുമാനപ്രകാരം മുമ്പ് നമ്മുടെ വിരമിക്കൽ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ കേബിൾ വിഷൻ, ഏഷ്യാനെറ്റ് കേബിൾ വിഷനും തത്സമയം ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് അതിന് ശേഷം ചാനലിൽ വന്ന വാർത്തകൾക്ക് ശേഷം എന്നെ ആശ്രയ അഗതി മന്ദിരം നിന്ന് എന്നെ വിളിച്ചു. അതുപ്രകാരം ഇന്നത്തെ ഈ ദിനത്തിൽ നാൾ പ്രകാരമുള്ള ഈ സുദിനത്തിൽ നമുക്ക് പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ട് തോന്നുന്നു. നാഗപഞ്ചമി ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു നല്ല അന്നദാനം കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഇവിടുത്തെ അഗതികൾക്കായിട്ട് അന്നം വിളമ്പുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അതുപ്രകാരം ഞാൻ എൻ്റെ നടത്തിപ്പുകാരായ ശ്രീ ശിവാനന്ദ മഹർഷി, സിസ്റ്റർ സൂര്യ സിസ്റ്ററുടെ പ്രീതമനായ ശ്രീ രാമേന്ദ്രജി എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇന്നത്തെ ഈ സുദിനം ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഇവിടുത്തെ അച്ഛനമ്മമാർ ഒരുമിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുക്കുകയാണ്. ഒരു ഗായകൻ കൂടിയായ അനിൽ നീലിമ സദ്യയോടൊപ്പം സംഗീതവും പങ്കുവച്ചത് ശ്രദ്ധേയമായി. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു മനസ്സിൻ രാത്രി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായ ഇദ്ദേഹം തന്റെ വിരമിക്കൽ ദിനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. ശ്രീകുമാർ മാരാർ ലോഡ്ജ്, ശ്രീകുമാർ കൊടുങ്ങല്ലൂർ കേബിൾ വിഷൻ, ഇ.കെ. പ്രേംജിത്ത്, ഷൈജ ഇരിങ്ങാലക്കുട, സുനിൽകുമാർ, പ്രതാപൻ, വാസുദേവൻ, ഗംഗാധരൻ, ഇ.കെ. സന്തോഷ്, പൂർണ്ണചന്ദ്രൻ മാഷ്, കനകമണി, ജയശ്രീ ടീച്ചർ, പ്രീത ഇ.കെ., മിനി സുരേഷ്, സീത ടീച്ചർ, അഡ്വക്കേറ്റ് അൻസാർ, അബ്ദുള്ള എന്നിവരും ആശ്രയാഗതി മന്ദിരത്തിലെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. സ്മിതയാണ് ഭാര്യ. മകൻ ആദിത്യൻ. അന്തരിച്ച റിട്ടയർഡ് സബ് രജിസ്ട്രാർ രവീന്ദ്രനാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. കൊടുങ്ങല്ലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ റിട്ടയർഡ് കോൺഫിഡന്റൽ കൗസല്യാണ് ഇദ്ദേഹത്തിന്റെ മാതാവ്.